ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുക. ഇന്ന് നിങ്ങൾ ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ അത് ചിലപ്പോൾ നിങ്ങളെ ഒരു വലിയ ചാൻസിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറില്ല, അയ്യോ ഞാനത് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനേന്ന്. പക്ഷേ അങ്ങനെ ചിന്തിക്കാതെ ആ ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പല ആൾക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ മനസ്സിലിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറയും, പിന്നെ ഒരാൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയും. ഈ ആൾക്കാരെല്ലാം നമ്മളെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മൈൻഡിനെ മാറ്റിക്കൊണ്ടിരിക്കും, അതിനെ കട്ട് ചെയ്യുക. അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടാലും നിങ്ങളായിരിക്കണം ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് ചെയ്യുക എന്ന് കരുതി തെറ്റായ കാര്യങ്ങൾ മനസ്സ് പറയുന്നത് കേട്ട് ചെയ്യരുത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് അതിന് ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ലൈഫ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏർലി മോർണിംഗ് എണീക്കുക, റുട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ഒരു സെറ്റായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നാളത്തെ നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നടക്കാൻ തുടങ്ങിയാൽ അത് നിങ്ങളുടെ നാളത്തെ ആരോഗ്യത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ, പാക്കറ്റ് ഫുഡിനെ ഒഴിവാക്കി നല്ല ഫുഡ് കഴിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങളുടെ നാളത്തെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചോയ്സ് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഹെൽത്തി ഹാബിറ്റ്സ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അസുഖങ്ങളുമായിട്ട് ഡോക്ടറെ അടുത്ത് പോകേണ്ടതായിട്ട് വരത്തില്ല. വൺ ഹെൽത്തി ഹാബിറ്റ് സ്റ്റാർട്ട്സ് ടുഡേ ആൻഡ് കീപ് ദ ഡോക്ടർ എവേ. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ തീരുമാനമെടുക്കുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനി ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.